കണ്ണൂരിന്റെ മുഖഛായ മാറ്റാനുതകുന്ന സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് കോർപ്പറേഷൻ തുടക്കമിട്ടു. 5.5 കോടി രൂപയോളം ചെലവ് വരുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. കണ്ണൂരിന്റെ വികസനത്തിന് MP ഫണ്ടിൽ നിന്നും കൂടുതൽ തുക അനുവദിക്കുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത കെ. സുധാകരൻ MP പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗര സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നത്. 5.41 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. 2 ഫേസുകളിലായി കണ്ണൂർ ഗാന്ധി സർക്കിൾ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയും പ്ലാസ ജംഗ്ഷൻ മുതൽ പ്രഭാത് ജംഗ്ഷൻ വരെയുമാണ് നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തി നടക്കുക. പദ്ധതി കണ്ണൂരിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് കെ. സുധാകരൻ MP പറഞ്ഞു. അനുദിനം വളരുന്ന നഗരമാണ് കണ്ണൂർ. അതിന്റെ സൗന്ദര്യവൽക്കരണത്തിനായി കോർപ്പറേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളെയും MP ശ്ലാഘിച്ചു. നഗരവികസനത്തിന് കൂടുതൽ പദ്ധതികൾ ഉണ്ടാക്കണമെന്നും കെ. സുധാകരൻ പറഞ്ഞു. MP ഫണ്ടിൽ നിന്നും ഇതിനായി തുക അനുവദിക്കാമെന്നും സുധാകരൻ അറിയിച്ചു. എന്റെ വികസന ഫണ്ടിൽ നിന്ന് നല്ലൊരു സാമാന്യമായ നല്ലൊരു തുക ഈ കണ്ണൂരിന്റെ വികസനത്തിന് നൽകാൻ ഞാൻ തയ്യാറാണ് എന്നും നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്റെ പ്രിയങ്കരനായ ചെയർമാനെ ഞാനിത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ണൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വികസനത്തിന്റെ ബാക്കി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പൂർത്തിയാക്കാനുള്ള നല്ല ഒരു പ്ലാനിംഗ് ഉണ്ടാക്കാൻ സെക്രട്ടറി മുൻകൈയെടുത്ത് നല്ല ആർക്കിടെക്ചറിനെയൊക്കെ കൊണ്ടുവന്ന് ഒരു നല്ല സ്കീമുണ്ടാക്കി ആ സ്കീം നമ്മുടെ കമ്മിറ്റിക്കകത്ത് വെച്ച് പാസ്സാക്കിയെടുത്ത് കണ്ണൂരിന്റെ മുഖം മാറ്റാൻ ശിഷ്ടകാലം നിങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. ചടങ്ങിൽ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ P. K. രാഗേഷ്, P. ഷമീമ, V. K. ശ്രീലത, സിയ തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, കൌൺസിലർമാരായ KP. അബ്ദുൾ റസാഖ്, കൌൺസിലർമാർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ്, സെക്രട്ടറി വിനു C. കുഞ്ഞപ്പൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KP. സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.